ഹലോ പ്രിയപ്പെട്ടവരെ, ഡ്രീം ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മലപ്പുറം കോട്ടയ്ക്കലുള്ളൊരു വീടാണ്. അപ്പോൾ നമ്മുടെ പുതിയ സൈറ്റ് എവിടെയാണ്. വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടിട്ട് ഏകദേശം 3 വർഷമായി ഈ വീടിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് നല്ല രീതിയിൽ പായൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭാഗമൊന്നും ഓടൊട്ടിച്ചിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ പായൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ഞങ്ങൾ വന്ന വഴി തന്നെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പായൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വീടിന്. സൺഷൈഡൊക്കെ നല്ല രീതിയിൽ പായലായിരുന്നു. അപ്പോൾ പായലൊക്കെ വൃത്തിയാക്കി അതിനുശേഷം നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കിടന്നിരിക്കുകയാണ്. അവിടെ സ്വിച്ച് ബോക്സൊക്കെ മാസ്കിംഗ് ടേപ്പൊക്കെ ഉപയോഗിച്ച് ശരിക്കും കവർ ചെയ്തു. അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ ശരിക്കും കവർ ചെയ്യണം. ഇല്ലെങ്കിൽ അത് പിന്നീട് ഒരു ബുദ്ധിമുട്ടാകും. പിന്നീട് ഇത്രയും തന്നെ പണി അതിലെടുക്കേണ്ടി വരും. കാരണം പെയിൻ്റൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൃത്തികേടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ല സേഫായ രീതിയിൽ മൊത്തം പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ജനലിൻ്റെ സൈഡ് വന്ന ഭാഗങ്ങളൊക്കെ ക്രാക്ക് സീൽ ഉപയോഗിച്ച് ആ ഗ്യാപ്പൊക്കെ ഒന്ന് അടച്ചു. അതിന് ക്രാക്ക് സീലാണ് നല്ലത്, പുട്ടി ഉപയോഗിക്കുന്നില്ല അതിന്. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിച്ച ക്രാക്ക് സീല്. അപ്പോൾ അതിനുശേഷം പുട്ടി ഇടാനുള്ള പരിപാടിയിലേക്ക് കിടന്നു. JKയുടെ പുട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പുട്ടി കുഴയ്ക്കണതൊക്കെ എല്ലാവർക്കും അറിയാം. അത് വെള്ളവും പുട്ടിയൊക്കെ അത്യാവശ്യം കൺസിസ്റ്റൻസിയിൽ കുഴയ്ക്കണം. ഒരുപാട് ലൂസാവാനും പാടില്ല, നല്ല ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ ഒരു മീഡിയം ടൈപ്പിൽ കുഴച്ചെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് സീലിങ്ങിൽ അപ്ലൈ ചെയ്യുകയാണ്. 2 കോട്ടാണ് പുട്ടി അപ്ലൈ ചെയ്യുന്നത്. കാരണം ഒരു കോട്ടിട്ട് കഴിഞ്ഞാൽ മെഷീൻ വെച്ചാൽ പേപ്പർ പിടിക്കണമെങ്കിൽ അത് മൊത്തം പറഞ്ഞു പോരും. അപ്പോൾ 2 കോട്ടിട്ടാൽ അതൊരു സേഫാണ്. ഈ ഒരു ഭാഗം ക്ലാഡിങ് ഒട്ടിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ പിന്നീട് ക്ലയൻറ്റ് പറഞ്ഞു പുട്ടി തന്നെ വേണമെന്ന് പറഞ്ഞ കാരണം നമ്മൾ പുട്ടി ഇടുവാണത്. അപ്പോൾ ഈ വീട് ഫുള്ള് പുട്ടി വർക്കല്ല. ഫ്രണ്ട് സൈഡ്, പിന്നെ നമ്മുടെ സിറ്റ് ഔട്ട്, ലിവിങ്ങും ഡൈനിങ്ങും, പിന്നെ മാസ്റ്റർ ബെഡ്റൂം, ഇത്ര ഭാഗമാണ് പുട്ടി ഇടേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇടാനാണ് ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പുട്ടിയിടേണ്ട ഭാഗങ്ങളിങ്ങനെ ചവരൊക്കെ ഇങ്ങനെ ഒന്ന് ചിരണ്ടി കൊടുക്കണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ തരിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് നമുക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ സൈറ്റ് തന്നെ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വർക്ക് തന്നത്. അപ്പോൾ ഞങ്ങളത് പരമാവധി ഉത്തരവാദിത്വത്തിൽ ചെയ്തു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പ്രയത്നത്തിലാണ്. അപ്പോൾ നിങ്ങൾ വലുതും ചെറുതുമായ എല്ലാത്തരം വീടുകളും ഞങ്ങൾ കേരളത്തിലെവിടെയും വന്ന് ചെയ്തു തരുന്നതാണ്. അതും കുറഞ്ഞ ചിലവിൽ തന്നെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കായാലും ഇങ്ങനെ പെയിൻറ്റിങ് സംബന്ധമായ വർക്കുകൾ വരുവാണെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിലും ഉണ്ടാവും. വീഡിയോയുടെ എൻഡിലൊക്കെ നമ്പറുണ്ട് നമ്മുടെ. അപ്പോൾ ഇനി അങ്ങോട്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറിയൊരു ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഇവിടെ നമ്മൾ പുട്ടി പേപ്പർ പിടിക്കുന്നത് മെഷീൻ ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ സാൻഡി മെഷീൻ ചെല്ലാത്ത സ്ഥലങ്ങളിൽ കൈ കൊണ്ടും പിടിക്കും. അപ്പോൾ സാൻഡി മെഷീൻ പിടിച്ചാലും നമ്മൾ ആ പുട്ടിയുടെ ഭാഗങ്ങളൊക്കെ ട്യൂബ് ലൈറ്റ് ഉപയോഗിച്ച് ശരിക്കും ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ അത് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് അത് ലൈറ്റ് വരുമ്പോൾ അത് വൃത്തികേടായിട്ട് കാണിക്കും. അപ്പോൾ മെഷീൻ വെച്ച് പിടിച്ചാലും നമ്മളൊന്ന് ട്യൂബ് ലൈറ്റ് വെച്ചൊന്ന് ചെക്ക് ചെയ്യണത് നല്ലതാണ്. പിന്നെ ഈ കോർണർ ഭാഗമൊക്കെ കൈ കൊണ്ട് പിടിക്കുകയും വേണം നല്ല രീതിയിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അകത്തും പുറത്തുമായിട്ട് പുട്ടി അങ്ങ് പേപ്പർ പിടിക്കുകയാണ്.
അപ്പോൾ ഇവിടെ ഒരു ഐവറി ഷെയ്ഡുള്ള കളറാണ് ഞങ്ങൾ ഈ വീടിൻ്റെ അകത്തേക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. അത് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വുഡിൻ്റെ ഫിനിഷിംഗ് ആണ് ഇവിടെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഐവറി ആയിട്ട് നല്ലൊരു മാച്ചിങ് ആണ്. സീലിംഗ് വൈറ്റും കൊടുത്ത് ഭിത്തി ഐവറിയും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം നല്ലൊരു ഭംഗിയായിട്ട് വന്നത്. കാരണം ഈ ജനലിൻ്റെയൊക്കെ വിൻഡോയുടെ സൈഡൊക്കെ ഈ വുഡിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഭിത്തി കളറായിട്ട് നല്ലൊരു മാച്ചിങ് ആണത്. അപ്പോൾ അത് ക്ലയൻറ്റിന് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഈ കളർ ഞങ്ങൾ ഫിക്സ് ചെയ്തു. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇത് ഏകദേശം നമ്മൾ 2 കൂട്ടം അടിച്ചിട്ടേക്കണതാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് പുട്ടിയിട്ട ഭിത്തിയാണ്. അപ്പോൾ ഇത് ഏകദേശം ഫിനിഷായിരിക്കുന്ന വാളാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഇത് ഹാളാണ്. അപ്പോൾ ഇതും ഫിനിഷ് ചെയ്ത് കിടക്കുന്ന ഏരിയ ആണ്. പക്ഷേ ഈ പേപ്പറൊക്കെ പറിച്ച് കളഞ്ഞാലാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ഫുള്ള് ഫിനിഷിങ് കഴിഞ്ഞിട്ട് വേണം പേപ്പറൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കളറായിട്ട് നല്ല രീതിയിൽ മാച്ചാവുന്നുണ്ട്. പ്യുവർ ഐവറി എന്നാണ് അതിൻ്റെ പേര്. ഇത് പുട്ടിയിടാത്ത ഭിത്തിയാണ് കേട്ടോ. എന്നിരുന്നാലും അതിനും നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. ഈ കളറോടെ അങ്ങ് വന്നപ്പോൾ സീലിംഗ് വൈറ്റും ഭിത്തി ഐവറിയോടെ വന്നപ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ് ആ ഭിത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് വേഗം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ വീടിൻ്റെ ഉൾഭാഗം. നമ്മൾ പുട്ടിയിടാത്ത ഭാഗമാണ്. എന്നിരുന്നാലും ഒരു കോട്ട് പ്രൈമറും 2 കോട്ട് എമർഷനും അടിച്ച് അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ പുറം ഭിത്തിയിലേക്ക് ഞങ്ങൾ പ്രൈമർ അടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രൈമറും 2 കോട്ട് എമർഷനുമാണ് അടിക്കാനുള്ളത്. അതുപോലെ വാർക്കപ്പുറത്ത് ഡാം പ്രൂഫ് അടിക്കുന്നുണ്ട്. അതൊരു 3 കോട്ടെങ്കിലും ഡാം പ്രൂഫ് അടിക്കുന്നുണ്ട് നമ്മൾ. അത് ചൂടിനെ ചെറുക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം ലീക്കേജിനെ ചെറുക്കാനും ഒക്കെ നല്ലതാണ് ഡാം പ്രൂഫ് ചെയ്താൽ. പുറം ഭിത്തിക്ക് അടിച്ചിരിക്കുന്ന കളർ ഒരു ഓഫ് വൈറ്റിൽപ്പെട്ട ഒരു കളറാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അതുപോലെ തന്നെ ഈ വീട് ഫൈനൽ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വീഡിയോ ഇതിനിടയ്ക്ക് നമ്മൾ മിസ്സായിട്ടുണ്ടെന്ന് അറിയാം, ജനലടിക്കുന്നത്, ഡോറൊക്കെ. പക്ഷേ അത് ഒരുപാട് ലെങ്തി ആയി പോകും പിന്നെ. അപ്പോൾ എല്ലാവർക്കും അത് കണ്ടു കഴിയുമ്പോൾ ബോറടിക്കും. ഇത്രയും ടൈമുള്ള കാരണം വളരെ ചുരുക്കിയാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒരു വീടിൻ്റെ ഫുൾ വർക്ക് ഒരു 8 മിനിറ്റ് 9 മിനിറ്റിൽ കൊള്ളാവുന്ന രീതിയിൽ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി.